നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരുക്ക്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയ കേരള രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ വാഹനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? മരിച്ചവരാരൊക്കെയെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ? പ്രവിത, കാസർഗോഡ് ബായിക്കട്ട സ്വദേശികളാണ്. ഒരു കുടുംബത്തിൽപ്പെട്ട 4 അംഗങ്ങളാണ് ഈ കാറിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. ബായിക്കട്ട സ്വദേശിയായ ജനാർദ്ദന, മകൻ വരുൺ, കൃഷ്ണ എന്നിവരാണ്. രത്നത്തിന് ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് റോഡ് പണി നടക്കുകയാണ്. NH66 ഈ പ്രദേശത്തെ പലയിടങ്ങളിലും റോഡ് പണി നടക്കുകയാണ്. ഈ ഡിവൈഡർ സ്ഥാപിച്ചതിലൊക്കെ അപാകതയുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇത് ഈ ഡ്രൈവർ കണ്ടില്ല, കാറിന്റെ ഡ്രൈവർ കണ്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറ് അമിത വേഗതയിലായിരുന്ന കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കാറ് പൂർണ്ണമായും തകർന്ന മട്ടാണ്. ഈ 3 പേർ, അതായത് മരിച്ച 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ അവരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. രത്നത്തെ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടുകൂടി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. അശ്രദ്ധമായ രീതിയിൽ, അതായത് റോഡ് നിർമ്മിച്ചു അശ്രദ്ധമായ രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഈ ഡിവൈഡറുകളൊക്കെ അതിന് ഒരു മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്തെ വലിയ ജനക്കൂട്ടമുണ്ട്, വലിയ പ്രതിഷേധം ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയും അതുപോലെ തന്നെ കരാർ കമ്പനിക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രവിത, ശരി. കാസർഗോഡ് നിന്നാണ് അപകട വാർത്ത വരുന്നത്. മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുകയാണ്. അരുൺ, ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരമുണ്ടല്ലോ. ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? അരുൺ അല്പസമയത്തിനുള്ളിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിലാണ് കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. 3 പേർ തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോയ കേരള രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. കാർ ഗർഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നും ഡ്രൈവർ ഈ ഡിവൈഡർ കാണാഞ്ഞതാണ് അപകടത്തിന് കാരണം എന്നുമാണ് പ്രാഥമിക നിഗമനം. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആരോഗ്യനില എങ്ങനെയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? പ്രവിത, 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ ആംബുലൻസിൽ ഈ പരിക്കേറ്റ ആളുകളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് അറിയുന്നുണ്ട്. 3 പേരുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കർണാടക ഉപ്പിനങ്ങാടി ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നത് എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ബായിക്കട്ട സ്വദേശികളായിരുന്നു. ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഹൊസങ്കടി ഓമഞ്ചേരിയിലുള്ള എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുൻപിൽ വെച്ചാണ് ഈ അപകടം നടന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും കാറിന്റെ അമിത വേഗതയും അതുപോലെ തന്നെ ഈ അശ്രദ്ധമായ രീതിയിൽ അശാസ്ത്രീയമായി ഡിവൈഡറുകൾ സ്ഥാപിച്ചതുമാണ് ഈ അപകട കാരണമെന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നുണ്ട്. KL 14V 1742 എന്ന രജിസ്ട്രേഷനിലുള്ള കാറാണ്. ബായിക്കട്ട സ്വദേശികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറയുന്നു. ജനാർദ്ദന്റെ മകൻ വരുൺ, കൃഷ്ണൻ, ഇങ്ങനെ 3 പേരാണ്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ അവരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ വലിയ ജനക്കൂട്ടം, വലിയ പ്രതിഷേധമൊക്കെ പ്രദേശത്തുണ്ട്. ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നൊക്കെ നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അമിത വേഗതയാണ്. ഈ NH66 ആ NH66 റോഡ് പണി പലയിടത്തും റോഡ് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ റോഡ് പണി പകുതി നടക്കുന്ന സ്ഥലത്തൊക്കെ വലിയ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഡിവൈഡറിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയതെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു അപകടം നടന്നിരിക്കുന്നു. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിക്കേറ്റ ആളുകൾ 2 പേരെന്ന ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരമാണ്. ആ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രവിത, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അപകട വാർത്ത വരികയാണ്. വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വർക്കല ചെറുകുന്നം സ്വദേശിയായ മുഹമ്മദ് റാസിയാണ് മരിച്ചത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്.
അജീഷ്, ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പ്രവിത, വർക്കല പട്ടാപ്ലവുമോട് ITI ജംഗ്ഷനിൽ വൈകിട്ട് 5:30 മണിയോടെയായിരുന്നു ഈ അപകടം നടന്നത്. എതിർദിശയിൽ വന്ന 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു ബൈക്കിൽ 3 പേരും എതിർദിശയിൽ വന്ന മറ്റൊരു ബൈക്കിൽ ഒരാളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വർക്കല ചെറുകുന്നം സ്വദേശിയായ മുഹമ്മദ് റാസിയാണ് മരിച്ചത്. ഇയാൾ ഈ 3 പേർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളാണ്. 25 വയസ്സായിരുന്നു. പട്ടാപ്ലമൂട് സ്വദേശികളായ അഭിജിത്ത്, അമൽ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒറ്റയ്ക്ക് ഡ്യൂക്ക് ബൈക്കിൽ വന്ന വിദ്യാർത്ഥിയാണ് അഭിമന്യു എന്നാണ് പേര്. ഈ വിദ്യാർത്ഥിയെ ഗുരുതരമായ പരിക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതിനാൽ ലൈസൻസ് ഉണ്ടാകില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഭിമന്യു സ്കൂൾ യൂണിഫോമിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. മരണപ്പെട്ട മുഹമ്മദ് റാസി, ഈ പരിക്ക് ഏറ്റ അഭിജിത്ത്, അമൽ എന്നിവർ സുഹൃത്തുക്കളും ഫുഡ് ഡെലിവറി ബോയ്സുമാണ്. ശരി, തിരുവനന്തപുരത്ത് നിന്നാണ് അപകട വാർത്ത വരുന്നത്. വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കേരള ടീമിന് തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരണം നൽകി. നാട്ടിൽ ലഭിക്കുന്ന സ്വീകരണം ആവേശം പകരുന്നതാണെന്നും കേരളത്തെ ഇനിയും അഭിമാനത്തിലെത്തിക്കുമെന്നും സച്ചിൻ ബേബി പറഞ്ഞു. ടീമിന് KC ആസ്ഥാനത്തും വൻ സ്വീകരണമാണ് ഒരുക്കിയത്. സലിം മാലിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സലിം, KC ആസ്ഥാനത്തും വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിമാനത്താവളത്തിലും സമാനമായ രീതിയിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. നാളെയാണ് അനുമോദന ചടങ്ങ്. മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ അനുമോദന ചടങ്ങിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ? പ്രവിധ ആവേശകരമായ ഒരു ചടങ്ങ്, അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന നേട്ടം. ആ സ്വപ്ന നേട്ടം കൈവരിച്ചു വന്ന കേരളത്തിന്റെ അഭിമാന താരങ്ങളെ ആവേശപൂർവ്വമായിരുന്നു ഈ രാത്രി 11 മണിയായി ആയെങ്കിൽ പോലും KC ആസ്ഥാനത്ത് ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു അവരെ സ്വീകരിച്ചത്. സച്ചിൻ ബേബിയും സംഘവും എയർപോർട്ടിൽ നിന്ന് KC ആസ്ഥാനത്തിന് സമീപത്തെ റോഡിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ അവരെ സ്വീകരിച്ച് നാസിക് ഡോളിന്റെയും ഒപ്പം തന്നെ വലിയ ആർഭാടങ്ങളുടെയും നൃത്തച്ചുവടുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി KC ആസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം, ഒരു സുവർണ്ണ നേട്ടമാണ്. രഞ്ജി കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും റണ്ണേഴ്സ് അപ്പ് കിരീടം പോലും കേരളം ഈ രഞ്ജി തുടങ്ങുമ്പോൾ ഉൾപ്പെടെ ആരുടെയും ഫേവററ്റുകളിൽ കേരളത്തിനല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും ആ നിലയിലൊരു പ്രതീക്ഷയോ എന്തെങ്കിലും കേരളം അത്ഭുതം കാണിക്കുമെന്നോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൃഢനിശ്ചയത്തോടുകൂടി മത്സരത്തിനിറങ്ങി ഓരോ മത്സരത്തിലും പരമാവധി മികവ് പുറത്തെടുത്ത് ഒരൊറ്റ മത്സരം പോലും പരാജയമറിയാതെയാണ് കേരളം ഈ നേട്ടം സമ്മാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ നിർഭാഗ്യത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ വഴങ്ങിയ ആ ലീഡ് കൊണ്ട് മാത്രമാണ് സമനിലയായെങ്കിലും രഞ്ജി കിരീടം എന്ന സ്വപ്ന നേട്ടം കേരളത്തിന് സാധ്യമാവാത്തത്. പക്ഷേ അപ്പോഴും 89 വർഷം നീണ്ട രഞ്ജി ചരിത്രത്തിൽ ഇത് ആദ്യമായി കേരളം ഫൈനലിൽ എത്തുന്നു. ആ ഫൈനലിൽ സെമിയിൽ പോലും ഇതിനു മുൻപ് ഒരു തവണ മാത്രമായിരുന്നു എത്തിയിരുന്നത്. അങ്ങനെ 2ാം തവണ സെമി, ആദ്യ തവണ ഫൈനൽ ഉൾപ്പെടെയുള്ള ചരിത്ര നേട്ടം നേടി. അതിന് പിന്നാലെ വിദർഭ എന്ന അതിശക്തരെ വലിയ നിലയിൽ വിറപ്പിച്ച് ഏറ്റവും ഒടുവിൽ ആദ്യ ഇന്നിംഗ്സിന്റെ 37 റണ്ണിന്റെ മാത്രം ലീഡിന്റെ ബലത്തിൽ വിദർഭ കിരീടം ചൂടുമ്പോൾ ഇനി അടുത്തത് രഞ്ജി കിരീടം കൂടി ഈ KC ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നൊരു വാശി കൂടി ആ ടീമിനുണ്ട്. അത് ഉറപ്പായും സംഭവിക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കാരണം ഈ റണ്ണേഴ്സ് ട്രോഫി GV രാജയുടെ, അതായത് KCയുടെ ഫൗണ്ടറും പ്രസിഡന്റുമായ GV രാജയുടെ ചിത്രത്തിന് മുൻപിൽ വെച്ചതിന് ശേഷമാണ് അവർ ആവേശപൂർവ്വം ഈ ഹാളിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ KCA വക്താക്കൾ, KCA ഭാരവാഹികളൊക്കെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അതിന് പിന്നാലെ നാളെ 11 മണിക്ക് ഔദ്യോഗികമായൊരു പ്രസ് മീറ്റ് ഉണ്ട്. അതിന് പിന്നാലെ വൈകുന്നേരം 6 മണിക്ക്, നാളെ വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഈ ടീമിന്, ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ടീമിന് അനുമോദന ചടങ്ങുമുണ്ട്. പ്രവിധ, സലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആവേശത്തിലാണ് രഞ്ജി ടീം തിരിച്ചെത്തുമ്പോൾ ആരാധകർ. വലിയ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ നൽകിയത്. വിവരങ്ങളാണ് സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവും ചർച്ച ചെയ്ത നിയമസഭ. ലഹരി വ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ചർച്ച മാത്രം പോരെന്നും അക്രമവും ലഹരിയും തടയാൻ ആക്ഷൻ പ്ലാൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. സാർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും.
ലഹരിക്കെതിരെ ഉപദേശം മാത്രം പോരെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ലഹരി വ്യാപനം തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പുതിയ തലമുറയുടെ സമ്മർദ്ദവും ഒറ്റപ്പെടലും സൂചിപ്പിച്ച് മുഖ്യമന്ത്രി. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് ഒരു പ്രത്യേകത. അക്രമ സംഭവങ്ങളിൽ സിനിമകളുടെയും സീരിയലിന്റെയും സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചത് ആവേശം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. സെൻസർ ബോർഡ് എന്താണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിക്കുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമായി. വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് ഇക്കാര്യത്തിൽ വിശാലമായ ആലോചനാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ നാടകീയ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി ഇടപെട്ടു. പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു. കാണാം നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിലുള്ള കൊമ്പുകോർക്കൽ. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? അദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിബേറ്റ് സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. താമരശ്ശേരിയിൽ മരിച്ച 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കുൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പോലീസ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കിടെ മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലായിരുന്നു പരീക്ഷ. ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നഞ്ചക്ക് മറ്റു പ്രതികളുടെ മാതാപിതാക്കളിൽ നിന്നും പിടിച്ചെടുത്ത 4 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും അടക്കമാണ് ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിലും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. ഒരു കേസിലെ പ്രതി അയാൾക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കേസിലേക്ക് അത് പരിഗണിക്കരുതെന്നാണ്. എന്നിരുന്നാലും ഉണ്ടെങ്കിൽ അയാളുടെ ഈ കേസിലേക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ ഉപകരിക്കുന്നത് എടുക്കുക. പ്രതികളായ 5 വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിച്ചതിൽ പ്രതിഷേധിച്ച് KSUവും MSFും യൂത്ത് കോൺഗ്രസും ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2 തവണ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിയ പ്രവർത്തകർ ഉൾപ്പെടെ 80 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് ജുവനൈൽ ഹോമിൽ പരീക്ഷാ കേന്ദ്രമൊരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പരസ്യമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിവിധ ഹാഷ്ടാഗുകളോടെ ഓൺലൈൻ പ്രതിഷേധങ്ങളും തുടരുകയാണ്. പരീക്ഷ അവസാനിക്കുന്നതുവരെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.
സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2964 കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് വെള്ളാർമല സ്കൂളിലെ കുട്ടികളും ഇന്ന് SSLC പരീക്ഷ എഴുതി. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലുമായി ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഒന്നാം ഭാഷയായ മലയാളം, തമിഴ്, കന്നഡ, അറബി പരീക്ഷകളാണ് ഇന്ന് നടന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലും. തിരൂരങ്ങാടി എടരിക്കോട് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രം. തിരുവനന്തപുരം ഫോർട്ട് ഗവൺമെന്റ് സംസ്കൃത സ്കൂളിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. ഇവിടെ ഒരു കുട്ടി മാത്രമാണുള്ളത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 26 വരെ 72 കേന്ദ്രങ്ങളിൽ 2 ഘട്ടങ്ങളിലായി നടക്കും. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ 55 കുട്ടികളും SSLC പരീക്ഷ എഴുതി. മേപ്പാടിയിലായിരുന്നു ഇവരുടെ പരീക്ഷാ കേന്ദ്രം. നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. പഠിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് ബായ്ക്കട്ട സ്വദേശികളായ ജനാർദ്ദൻ, വരുൺ, കിഷൻ എന്നിവരാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുകയാണ്. അരുൺ, മരിച്ചവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രവിധ, രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്നതെന്ന് പറയുന്നുണ്ട്. കിഷനെ മംഗലാപുരത്തേക്ക് യാത്രയാക്കുന്നതിനായി പോയതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഈ കിഷൻ മംഗലാപുരം ഉപ്പിലങ്ങാടി ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നത്. ഇതിനിടയിൽ കാറ് അമിത വേഗതയിലായിരുന്നു. ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് ഒരു പാലം കഴിഞ്ഞാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഹൊസങ്കിടി വാമഞ്ചൂരാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അവിടെ ഒരു എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അമിത വേഗതയിലെത്തിയ കാറ് പെട്ടെന്ന് ഡിവൈഡർ കണ്ട സമയത്ത് വെട്ടിച്ചതായിരിക്കാം ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നുണ്ട്. കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറിന്റെ പല ഭാഗങ്ങളും ചിതറിത്തെറിച്ച നിലയിലാണ്. ഈ ആളുകളൊക്കെ തന്നെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി ഈ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആ സമയത്താണ് 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രത്തൻ ഉപ്പിലങ്ങാടി കർണാടക ഉപ്പിലങ്ങാടി സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതര പരിക്കുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവർ ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്. ഈ ജനാർദ്ദനയുടെ മകനാണ് വരുൺ. ഇവർ ബന്ധുക്കളാണ്, കുടുംബക്കാരാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ കിഷനെ മംഗലാപുരത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് ഇവർ യാത്ര പോയിരുന്നത്. കിഷനാണ് കാർ ഓടിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. അമിത വേഗതയും ഒപ്പം ഈ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിന് ഇടയാക്കിയെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കാസർഗോഡ് ബായിക്കട്ട സ്വദേശികളാണ്. ഒരാൾ കർണാടക ഉപ്പിലങ്ങാടി സ്വദേശിയാണ്. പ്രവിധ, ശരി. കാസർഗോഡ് നിന്നുള്ള അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്. മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബായ്ക്കട്ട സ്വദേശികളായ ജനാർദ്ദൻ, വരുൺ, കിഷൻ എന്നിവർ. ഐ ലീഗ് ഫുട്ബോൾ ഹോം മാച്ചിൽ ഗോകുലം കേരള FCക്ക് വീണ്ടും പരാജയം. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഷില്ലോങ് ലജോങ് FC 3-4 ഗോളുകൾക്കാണ് ഗോകുലത്തെ പരാജയപ്പെടുത്തിയത്. പരാജയത്തോടെ ഗോകുലം 25 പോയിന്റുമായി പട്ടികയിൽ 6ാം സ്ഥാനത്തായി. ഷില്ലോങ് ലജോങ് 26 പോയിന്റുമായി 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗോകുലത്തിന്റെ അടുത്ത മത്സരം മാർച്ച് 9 രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയാണ്. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.